+1 കമ്പ്യൂട്ടർ സയൻസ് നാലാമത്തെ ചാപ്റ്റർ 12ാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മൾ സീക്വൻസ് പിന്നെ സെലക്ഷൻ ഇങ്ങനെയുള്ള സ്ട്രക്ചറുകളൊക്കെ കണ്ടു നിർത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പ്രോഗ്രാമിങ്ങിൽ ഇനി മെയിനായിട്ട് ഒരു തരം കൺസെപ്റ്റും കൂടി പഠിക്കാനുള്ളൂ. ഇത്രയായി കഴിഞ്ഞാൽ പിന്നെ ഒരുവിധം എല്ലാ പ്രോഗ്രാംസും നമുക്ക് എഴുതാം. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് പരിചയപ്പെടുത്തലാണ് ഈ വീഡിയോയിൽ. കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. റിപ്പിറ്റേറ്റീവ് ടാസ്ക് ചെയ്യേണ്ടി വന്നാൽ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ്. പ്രോഗ്രാംസ് ഏതായിക്കോട്ടെ, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതായിക്കോട്ടെ, റിപ്പിറ്റേഷൻ വേണ്ടി വന്നാൽ ഇനിയിപ്പോൾ നമ്മൾ പറയുന്ന ഈ ബേസിക് കൺസെപ്റ്റ്സ് മുഴുവൻ ഉണ്ടാവും. അപ്പോൾ ആ ബേസിക് കൺസെപ്റ്റ്സ് പഠിപ്പിക്കുന്നതിനേക്കാൾ മുമ്പ് അതിലാവശ്യമുള്ള ഒരു സംഭവം ആദ്യം തന്നെ പറയാം. ഇപ്പം നമുക്ക് ഐ ഒരു വേരിയബിളാണെന്ന് വിചാരിച്ചു. ഐ എന്ന വേരിയബിളിലേക്ക് 1 എന്ന വാല്യൂ എടുത്തു വെക്കണമെങ്കിൽ നമ്മൾ എന്ത് എഴുതും? ഐ എന്ന വേരിയബിളിലേക്ക് 1 എന്ന വാല്യൂ എടുത്തു വെക്കാൻ നമ്മൾ എന്ത് എഴുതും? ഐ ഈക്വൽസ് 1. അപ്പോൾ ഈക്വൽസിന്റെ വലതുവശത്തുള്ള 1 ഐ എന്ന വേരിയബിളിലേക്ക് കയറിക്കും. ഇനി ഇതേപോലെ ഐ ഈക്വൽസ് ഐ പ്ലസ് 1 എന്ന് എഴുതിയാൽ എന്താവും? ഐ ഈക്വൽസ് ഐ പ്ലസ് 1. മനസ്സിലാക്കുക. ഓൾറെഡി ഐയിൽ ഒരു വാല്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടും, എന്നിട്ട് ആ പുതിയ വാല്യൂ സെയിം ഐയിലേക്ക് തന്നെ എടുത്തു വെക്കും. അപ്പം നമ്മളിവിടെ എഴുതിയേക്കണ അനുസരിച്ച് ഐയിൽ ആദ്യം 1 ഉണ്ട്. ഐ ഈക്വൽസ് ഐ പ്ലസ് 1 എന്ന് എഴുതിയാൽ ആദ്യം ഈക്വൽസിന്റെ വലതുവശത്തേക്ക് നോക്കും. അപ്പോൾ അവിടെ ഐ പ്ലസ് 1 എന്ന് കാണും. ഐയിലിപ്പോൾ 1 ആണ്. ആ 1ന്റെ കൂടെ ഒന്നും കൂടിയും കൂട്ടും. അപ്പം എത്രയാവും? 2. ആ 2 എടുത്ത് ഐയിലേക്ക് തന്നെ വെക്കും, കാരണം ഈക്വൽസിന്റെ ഇടതുവശത്ത് ഐ ആണ്. അപ്പോൾ ഐ ഈക്വൽസ് 2 എന്ന മീനിങ് ആവും. ചുരുക്കം പറഞ്ഞാൽ 1 ആയിട്ട് ഉണ്ടായിരുന്ന ഐ ഇപ്പം എത്രയായി? 2. അതിനുവേണ്ടി എന്തെഴുതി? ഐ ഈക്വൽസ് ഐ പ്ലസ് 1. ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. തലയിൽ കയറ്റി വെച്ചോ, തലയിൽ കയറ്റി വെച്ചോ, തലയിൽ കയറ്റി വെച്ചോ. ഇടയ്ക്ക് നമുക്ക് ആവശ്യം വരും കേട്ടോ. ഒരു വേരിയബിളിലെ കണ്ടന്റ് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്യണമെങ്കിൽ ഇതേപോലെ എഴുതിയാൽ മതി. കുറയ്ക്കണമെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ ഐ ഈക്വൽസ് ഐ മൈനസ് 1 എന്ന് എഴുതിയാൽ കുറയും. ക്ലിയർ അല്ലേ? അപ്പം ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞു കഴിഞ്ഞാൽ ഇനിയുള്ള പണി നമുക്ക് എളുപ്പമുണ്ട്. നമുക്ക് പുതിയ കൺസെപ്റ്റ് പഠിക്കാൻ നേരെ ഒരു എക്സാമ്പിൾ കാണാം. കഴിഞ്ഞ തവണകളിൽ നമ്മൾ ആദ്യം അൽഗോരിതം കണ്ടു, പിന്നെ ഫ്ലോ ചാർട്ട് കണ്ടു, പിന്നെ അത് ട്രേസ് ചെയ്ത് നോക്കി, അങ്ങനെയൊക്കെയാണ് പഠിച്ചത്. ട്രേസിങ് വളരെ വലിയ ഫാക്ടർ കേട്ടോ. ഏത് പുതിയ അൽഗോരിതം വന്നാലും മനസ്സിലാക്കാനായിട്ട് ട്രേസ് ചെയ്ത് നോക്കലാണ് വഴി. നിങ്ങൾക്ക് പരിചയമുള്ളതാണെങ്കിലും പരിചയമില്ലാത്തതാണെങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, കഴിഞ്ഞ വീഡിയോകളിൽ കണ്ടല്ലോ. അതേപോലെ ഇപ്പം ഞാനൊരു ഫ്ലോ ചാർട്ട് അങ്ങോട്ട് കാണിച്ചുതരാം. ആ ഫ്ലോ ചാർട്ട് നമ്മൾ ട്രേസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ഫ്ലോ ചാർട്ട് എന്തിനുള്ളതായിരുന്നു എന്ന് മനസ്സിലാക്കും. ക്ലിയർ ആണോ? അപ്പോൾ ഫ്ലോ ചാർട്ട് ഇടുന്നേക്കാളും മുമ്പ് എന്നാ വേണ്ട, ഫ്ലോ ചാർട്ട് നമുക്ക് നേരിട്ട് കാണാം. ഇതാണ് നമ്മുടെ ഫ്ലോ ചാർട്ട്. ഒന്ന് സൂക്ഷിച്ച് നോക്കിയാൽ അത് തുടക്കത്തോട്ട് ഇങ്ങനെ താഴേക്ക് നോക്കുമ്പോൾ താഴന്ന് തിരിച്ച് കയറി മുകളിലേക്ക് തന്നെ പോയിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പം ഇത് അവസാനിക്കും. എങ്ങനെയാന്ന് നമുക്ക് വഴിയെ നോക്കാം. നേരെ ഫ്ലോ ചാർട്ട് നമുക്ക് ട്രേസ് ചെയ്ത് നോക്കാം. ഇൻപുട്ടിനുള്ള വല്ല വരിയുണ്ടെന്ന് നോക്കിയതിൽ ഇല്ല. അപ്പം ഇൻപുട്സ് ഒന്നും ഇല്ല. അപ്പം നമുക്ക് എളുപ്പമുണ്ട്. നേരെ ഇങ്ങോട്ട് ട്രേസിങ് തുടങ്ങാം. ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ കിടക്കണേ? സ്റ്റാർട്ട്. അപ്പം നമ്മൾ സ്റ്റാർട്ടിൽ കൈവച്ചു മുമ്പത്തെ പോലെ തന്നെ. സെക്കൻഡ് സ്റ്റെപ്പ് അതിലെന്താ കിടക്കണേ? ഐ ഈക്വൽസ് 1. അപ്പം നമ്മൾ അതിൽ എത്രയാക്കി? 1. അതിൽ 1 ആയി. അത് കഴിഞ്ഞിട്ടോ പിന്നെ ഒരു അപ്പം നമ്മൾ ഉടനെ അതിന്ന് ഹെഡിങ് എഴുതി 1 എഴുതിട്ടോ. ഐയിൽ 1 എന്നുള്ള സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താ? പ്രിന്റ് ഐ എന്നാണ്. ഉടനെ നമ്മൾ പ്രിന്റ് എന്ന് ഹെഡിങ് എഴുതുന്നു, ഐയുടെ വില പ്രിന്റ് ചെയ്യുന്നു. അപ്പോൾ അതിൽ 1 എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അത് കഴിഞ്ഞാൽ ഐ ഈസ് ഈക്വൽ ടു ഐ പ്ലസ് 1 എന്നാണ്. അപ്പം അതിൽ എത്രയോ? 2. അപ്പം അത് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു, അതിൽ 2 ആക്കി. ഇനി എന്താ സംഭവിക്കണേ? ഇനി ഒരു കണ്ടീഷൻ ചെക്കിങ് എന്തെന്നാ? ഐ ലെസ് ദാൻ ഓർ ഈക്വൽസ് 5 എന്നാണ് കണ്ടീഷൻ ചെക്ക് ചെയ്യണേ. ഉടനെ ഐ ലെസ് ദാൻ ഓർ ഈക്വൽസ് 5 എന്ന് കണ്ടീഷൻ എഴുതി മുകളിൽ. എന്നിട്ട് ഐയുടെ വില 2 ആണ്. 2 ലെസ് ദാൻ ഓർ ഈക്വൽസ് 5 ആണോ നോക്കും. അതെ, യെസ്. അപ്പോൾ യെസ് എന്ന് കിട്ടും. യെസ് ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു എന്ന് നോക്കിയേ, സൂക്ഷിച്ച് നോക്കിയേ. യെസ് ആയി വരുമ്പോൾ ആ ഫ്ലോ ചാർട്ടിന്റെ ഫ്ലോ ലൈൻ തിരിച്ച് കയറി മുകളിലേക്ക് പോയിട്ടുണ്ട്. കണ്ടില്ലേ? സ്റ്റെപ്പ് നമ്പർ 3ലേക്ക് എത്തും. അതായത് പ്രിന്റ് ഐയിലേക്ക് എത്തും.
കണ്ടോ? അപ്പോൾ പ്രിന്റ് ചെയ്യും. എന്ത് പ്രിന്റ് ചെയ്യും? തിരിച്ച് സ്റ്റെപ്പ് 3 പ്രിന്റ് ഐ. അപ്പോൾ ഐ പ്രിന്റ് ചെയ്യും. ഐയിലെത്ര? 2. അപ്പം ഏതൊക്കെ പ്രിന്റ് ചെയ്തു? 1ഉം 2ഉം. അടുത്ത സ്റ്റെപ്പ് ഐ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് ഐ = I+1 അപ്പം അതിലെത്രയാവും? 3. അത് കഴിഞ്ഞാലോ 3 ≤ 5 ആണെന്ന് നോക്കും. ഡയമണ്ടിൽ 3 ≤ 5 ആണ്. അതുകൊണ്ട് സ്റ്റെപ്പ് 3 തിരിച്ചു പോവും. അവിടെ ചെന്നാൽ പിന്നെയും പ്രിന്റിങ് വേണം. 3 പ്രിന്റ് ചെയ്യും. എന്നിട്ടോ ഐ = I+1 വേണം. അപ്പം 3 എന്നുള്ളത് എത്രയും മാറും? 4. ഞാൻ നേരത്തെ തന്നെ അത് പരിചയപ്പെടുത്തിയത്. അതിന് I = I+1 എന്ന് എഴുതിയാൽ ഐയുടെ വില 1 വെച്ച് കൂടും. അപ്പൊ അതിലിപ്പോ എത്ര? 4. 4 ≤ 5 ആണോ നോക്കും അടുത്ത സ്റ്റെപ്പിൽ. കണ്ടില്ലേ? യെസ് ആണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കും? തിരിച്ച് മോളിൽ കയറി പോകും. മോളിൽ വന്നാൽ പ്രിന്റ് ആയി. ഉടനെ എന്ത് പ്രിന്റ് ചെയ്യും? 4 പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞാലോ ഐ = I+1. അതിലെത്രയാവും? 5. എന്നിട്ടോ 5 ≤ 5 ആണോ നോക്കും. 5 ≤ 5 ആണോ? അതെ. അതുകൊണ്ട് തിരിച്ച് മോളിൽ കയറി പോവും സ്റ്റെപ്പ് 3. പിന്നെയും പ്രിന്റ് ആയി. അപ്പൊ എന്ത് പ്രിന്റ് ചെയ്തു? 5. അപ്പൊ എന്തൊക്കെ പ്രിന്റ് ചെയ്തു? 1 2 3 4 5. അതെങ്ങനെയാ മനസ്സിലായേ? പ്രിന്റിന്റെ കോളത്തിൽ നോക്കിയാൽ മതി. എന്നിട്ട് എന്തായി? ഇനി സൂക്ഷിച്ച് കണ്ടോട്ടോ. 5 പ്രിന്റ് ചെയ്തു, താഴേക്ക് ഇറങ്ങി. അവിടെ ഐ = I+1. അപ്പോൾ അതിലിപ്പോൾ എത്രയായി? 6. കണ്ടീഷൻ ചെക്കിങ് 6 ≤ 5 എന്നായി മാറും. ഐ ≤ 5 ആയ കാരണം അതിലിപ്പോൾ 6 ആണല്ലോ. 6 ≤ 5 ആണോ? അല്ല. നോ എന്ന് വന്നാൽ എന്ത് സംഭവിക്കും? ഡിസിഷൻ ഡയമണ്ട് റോംബസ് നോന്റെ വഴി കൂടെ പോവും സ്റ്റോപ്പിലേക്ക്. ക്ലിയർ അല്ലേ? അപ്പോൾ ഫ്ലോ ചാർട്ട് ഇവിടെ തരും. അപ്പൊ ഇതിൽ എന്തൊക്കെ പ്രിന്റ് ചെയ്തു? 1 2 3 4 5 എന്ന് പ്രിന്റ് ചെയ്തു. കണ്ടില്ലേ? ചുരുക്കം പറഞ്ഞപ്പോൾ ഈ ഫ്ലോ ചാർട്ട് എന്തിനുള്ളതായിരുന്നു? 1 മുതൽ 5 വരെയുള്ള സംഖ്യകൾ പ്രിന്റ് ചെയ്യാനായിരുന്നു. ഇവിടെ 2 സ്റ്റേറ്റ്മെന്റ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ആ ഫ്ലോ ചാർട്ട് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. സ്ഥിരമായി റിപ്പീറ്റ് ചെയ്യുന്ന 2 സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഏതാ? റിപ്പീറ്റ് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ് 2 ഉള്ളൂ. ഐ പ്രിന്റ് ചെയ്ത് കാണിക്കുക, ഐ ഒന്ന് കൂട്ടുക. ഐ പ്രിന്റ് ചെയ്ത് കാണിക്കുക, ഐ ഒന്ന് കൂട്ടുക. ഈ സ്റ്റെപ്പ് ആവർത്തിച്ചുകൊണ്ടിരുന്നാൽ മതി. ഇതിപ്പോ എത്ര വരെയുള്ളതാ പ്രിന്റ് ചെയ്തേ? 5 വരെയുള്ളത്. അതെങ്ങനെയാ മനസ്സിലായത്? നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്തപ്പോൾ ഐ <= 5 എന്നാണ് ചെക്ക് ചെയ്തത്. അവിടെ 5ന് പകരം 10 നോക്കി എന്ത് സംഭവിക്കും? സ്വന്തമായി ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. 5ന് പകരം 10 ആക്കിയാൽ 10 വരെയുള്ള സംഖ്യകൾ ഇങ്ങനെ പ്രിന്റ് ചെയ്യും. ക്ലിയർ ആണോ? മനസ്സിലായോ? ഇവിടെ ഒരു ലൂപ്പ് ഫോം ചെയ്ത് കഴിഞ്ഞു. പ്രിന്റ് ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു, പ്രിന്റ് ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. പക്ഷെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ വഴിക്ക് അത് ഇൻക്രിമെന്റ് ആയിട്ടുണ്ട്. ഈ കണ്ടീഷൻ ഒരു സമയത്ത് ഇപ്പൊ തെറ്റാൻ കാരണം എന്താ? പ്രിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ ഐയുടെ വില ഒന്ന് കൂട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? ഐയുടെ വില ഒന്ന് കൂട്ടുന്ന സ്റ്റെപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ഒരിക്കലും തെറ്റില്ല. മനസ്സിലായോ? അതേപോലെ തുടക്കത്തിൽ ഐ 1 സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കാരണമാണ് ആദ്യം പ്രിന്റ് ചെയ്തപ്പോൾ തന്നെ 1 കിട്ടിയത്. ആ ഐ = 1 എന്നുള്ളത് ഒറ്റ തവണയെ പ്രിന്റ് ചെയ്യുള്ളൂ, അല്ല ഒറ്റ തവണയെ വർക്ക് ചെയ്യുള്ളൂ. അതില്ലെങ്കിൽ ഐയുടെ വില തുടക്കത്തിലൊന്നും ഇല്ലാത്ത അവസ്ഥ വരും. പ്രിന്റ് ചെയ്യുമ്പോൾ തെറ്റിപ്പോവും. പിന്നെ ഐ <= 5 ചെക്ക് ചെയ്യുമ്പോൾ അതിലൊന്നും ഇല്ലാത്ത അവസ്ഥ വരും. അപ്പോൾ ഐ എന്ന വേരിയബിളിലേക്ക് ആദ്യം തന്നെ ഒരു വാല്യൂ സെറ്റ് ചെയ്തു. എന്നിട്ട് ഐ യൂസ് ചെയ്തു ലൂപ്പിന്റെ ഉള്ളിൽ. ഇത്തവണ നമ്മൾ പ്രിന്റ് ചെയ്യാനാണ് യൂസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഐയുടെ വില ഒന്ന് അപ്ഡേറ്റ് ചെയ്തു, ഐ ഒന്ന് കൂട്ടി. എന്നിട്ട് കണ്ടീഷൻ ചെക്ക് ചെയ്തു. കണ്ടീഷൻ പിന്നെയും ആവർത്തിക്കാൻ പറയണ്ടെങ്കിൽ പിന്നെയും മുകളിൽ പോയി റിപ്പീറ്റ് ചെയ്തു. ഏത് 2 സ്റ്റെപ്പാണ് റിപ്പീറ്റ് ചെയ്ത? പ്രിന്റിങ്ങും ഇൻക്രിമെന്റും. പ്രിന്റിങ്ങും ഇൻക്രിമെന്റും റിപ്പീറ്റ് ചെയ്തു, കണ്ടീഷൻ ചെക്ക് ചെയ്തു. പ്രിന്റിങ്ങും ഇൻക്രിമെന്റും ചെയ്തു, പിന്നെ കണ്ടീഷൻ. പ്രിന്റിങ്ങും ഇൻക്രിമെന്റും ചെയ്തു, കണ്ടീഷൻ. ഇതിങ്ങനെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കും. ഒരു സ്റ്റെപ്പ് എത്തുമ്പോൾ അത് പുറത്തിറങ്ങും കണ്ടീഷൻ തെറ്റിയാൽ. ക്ലിയർ അല്ലേ? ഇതാണ് ലൂപ്പ്. ലൂപ്പില് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് റിപ്പീറ്റ് ചെയ്യും. റിപ്പീറ്റേഷൻ തുടരണോ എന്നറിയാൻ വേണ്ടി ഒരു കണ്ടീഷൻ ഉണ്ടാവും. കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് തുടരാൻ പറഞ്ഞാൽ റിപ്പീറ്റ് ചെയ്യും, അല്ലെങ്കിൽ പുറത്തിറങ്ങും.
കണ്ടീഷനെ കൺട്രോൾ ചെയ്യുന്ന ഒരു വേരിയബിൾ ഉണ്ട്. കണ്ടീഷനിൽ 2 വേരിയബിൾസ് ആണ്. ഇപ്പൊ ഇത് നമ്മളിപ്പോ എഴുതിയേക്കുന്ന പ്രോഗ്രാമിൽ ഒരു വേരിയബിൾ ഉണ്ട്. ഏതാ? ഐ. ആ ഐയുടെ വാല്യൂ അനുസരിച്ച് കണ്ടീഷൻ ഇനി റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതായിരിക്കും. ഐ തുടങ്ങാൻ നേരത്തെ ഒരു ഇനീഷ്യൽ വാല്യൂ കൊടുത്തിട്ടുണ്ടാവണം. ലൂപ്പിലേക്ക് കയറുന്നേക്കാൾ മുമ്പ് തന്നെ ഇനീഷ്യലൈസേഷൻ എന്ന് വിളിക്കും. ലൂപ്പിന്റെ ഉള്ളിൽ ഈ ഇനീഷ്യൽ വാല്യൂ വെച്ച വേരിയബിളിന് ഒരു ഇൻക്രിമെന്റ് നടന്നുണ്ട്. ആ ഇൻക്രിമെന്റ് അല്ലെങ്കിൽ ലൂപ്പ് ഒരിക്കലും അവസാനിക്കില്ല. മനസ്സിലാവുണ്ടോ? അപ്പോൾ ഇനീഷ്യലൈസേഷൻ ഉണ്ട്, ലൂപ്പിന്റെ ഉള്ളിൽ ഒരു അപ്ഡേഷൻ ഉണ്ട്, പിന്നെ കണ്ടീഷൻ ചെക്കിംഗ് ഉണ്ട്. ഇനീഷ്യലൈസേഷനും ലൂപ്പിന്റെ ഉള്ളിൽ അപ്ഡേഷനും കണ്ടീഷനും മാത്രമായതുകൊണ്ട് ലൂപ്പ് കൊണ്ട് ഉപകാരമൊന്നുമില്ല. ആ ലൂപ്പിന്റെ ഉള്ളിൽ റിപ്പീറ്റ് ചെയ്യുന്ന ഭാഗത്ത് ഒരു പ്രിന്റും കൂടി എഴുതി വെച്ചിട്ടുണ്ട്. അത് കാരണമാണ് പ്രിന്റ് ചെയ്തത്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ? പ്രിന്റ് ചെയ്യലും ഇൻക്രിമെന്റ് ചെയ്യലും കൂടിയതാണ് ബോഡി ഓഫ് ദ ലൂപ്പ്. പ്രിന്റ് ചെയ്തതും ഇൻക്രിമെന്റ് ചെയ്തതും കൂടിയതാണ് ബോഡി ഓഫ് ദ ലൂപ്പ്. ലൂപ്പിന് 4 ഭാഗങ്ങളുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ബോഡി ഓഫ് ദ ലൂപ്പ്. ബോഡി ഓഫ് ദ ലൂപ്പ് ഉണ്ട്, ഏറ്റവും മുകളിൽ ഇനീഷ്യലൈസേഷൻ ഉണ്ട്, കണ്ടീഷൻ ഉണ്ട്. ബോഡി ഓഫ് ദ ലൂപ്പിന്റെ ഉള്ളിൽ അപ്ഡേഷനും ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു ഭാഗം മിസ്സിംഗ് ഉണ്ടോ ലൂപ്പ് വൃത്തിയായി വർക്ക് ചെയ്യില്ല എന്നർത്ഥം. ലൂപ്പിനെ കുറിച്ച് ധാരണ കിട്ടിയോ? മനസ്സിലായോ? 1 തൊട്ട് 5 വരെ പ്രിന്റ് ചെയ്യാനുള്ള ലൂപ്പ്. ഇതിൽ 10 വരെ പ്രിന്റിങ് ആക്കണോ? ആകെ ഒരു ഒറ്റ സ്ഥലത്തെ ചേഞ്ച് വരുത്താനുള്ളൂ. എവിടെയാ? കണ്ടീഷനിൽ <=5 എന്നുള്ളതിന് പകരം <10 എന്നാക്കണം. മനസ്സിലായോ? ഇവിടെ 5 മുതൽ 10 വരെയുള്ളതാണ് പ്രിന്റ് ചെയ്യേണ്ടതെന്ന് ആക്കണം എന്ന് വിചാരിച്ചോ? 5 മുതൽ 10 വരെ അല്ലേ? വേണ്ട, നമ്മുടെ ഇതായ ലൂപ്പല്ലേ, 1 മുതൽ 5 വരെ പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്ന ലൂപ്പാണ്. അതിൽ 3 മുതൽ 5 വരെ പ്രിന്റ് ചെയ്താൽ മതി എന്ന് വിചാരിക്കും. എന്ത് വ്യത്യാസം വരുത്തുക? ഇനീഷ്യൽ വാല്യൂ i1 ആയിരുന്നു, അതിന് പകരം എന്താക്കും? 3 ആക്കും. ക്ലിയർ ആണോ? അപ്പൊ ഇനീഷ്യൽ വാല്യൂവിന് വളരെ പ്രാധാന്യമുണ്ട്. കണ്ടീഷനിൽ കൊടുക്കുന്ന ഓപ്പറേഷൻ ഏതാണോ അതിന് വളരെ പ്രാധാന്യമുണ്ട്. മനസ്സിലായോ? ലൂപ്പ് മനസ്സിലായോ? ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യിക്കാൻ പറ്റും. 4 കാര്യങ്ങൾ ഓർത്ത് വയ്ക്കേണ്ടു. ഇനീഷ്യലൈസേഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ്, അതിൻ്റെ ഉള്ളിൽ ഒരു അപ്ഡേഷൻ ഉണ്ടാവും, പിന്നെ കണ്ടീഷൻ ചെക്കിങ്. കണ്ടീഷൻ അനുസരിച്ച് റിപ്പീറ്റ് ചെയ്യും. ലൂപ്പ് 4 ഭാഗവും വളരെ 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 പ്രധാനപ്പെട്ടത്. അതിൽ അപ്ഡേഷൻ എന്ന് പറയുന്നിടത്ത് ഒരു വേരിയബിളിലെ കണ്ടന്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് i=i+ അല്ലെങ്കിൽ i=i-, അങ്ങനെ ഒരു വേരിയബിൾ അതിലെ കണ്ടന്റ് തന്നെ ചേഞ്ച് ചെയ്യുക, അങ്ങനെ ഒരു കണ്ടന്റ് ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ലൂപ്പ് പരിചയപ്പെടുത്തി. ഇനി ലൂപ്പില് ഇതേ ലൂപ്പ് ലൂപ്പിന്റെ ഫ്ലോ ചാർട്ട് ഇതിനെ നമ്മൾ അൽഗോരിതം ആക്കാന്ന് വിചാരിക്കും. അപ്പൊ എന്താവും എന്ന് നോക്കാം. ഇപ്പൊ വരച്ച ഫ്ലോ ചാർട്ടിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള അൽഗോരിതം നോക്കാം. ഇപ്പോ നമ്മൾ കണ്ട ഈ ഫ്ലോ ചാർട്ട് നമ്മൾ പഠിച്ച ടെക്നിക്കുകൾ വെച്ചിട്ട് ഒരു ലൂപ്പിന്റെ ഫ്ലോ അൽഗോരിതം ആക്കി മാറ്റണം എന്ന് വിചാരിച്ചോ? ഒരു പുതിയ കാര്യം പഠിക്കണം, എന്നാലേ നമുക്ക് തിരിച്ച് മുകളിലേക്ക് കയറി പോകണമെന്ന രീതിയിലൊക്കെ ആക്കാൻ പറ്റുള്ളൂ. നമ്മൾ സ്റ്റെപ്പ് നമ്പറുകൾ എഴുതാറുണ്ടല്ലോ ഫ്ലോ ചാർട്ടിൽ. അവിടെ സ്റ്റെപ്പ് നമ്പറുകൾ എഴുതിയിട്ട് ഇന്ന സ്റ്റെപ്പിലേക്ക് പോകണം എന്ന് കാണിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോ ടു എന്ന് എഴുതിയിട്ട് സ്റ്റെപ്പ് നമ്പർ എഴുതാം. അങ്ങനെ ഒരു സൗകര്യമുണ്ട്. അങ്ങനെ എഴുതുകയാണെങ്കിൽ ആ പറഞ്ഞ സ്റ്റെപ്പിലേക്ക് നേരെ തിരിച്ചങ്ങോട്ട് കയറി പോകും. ഗോ ടു സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് 3ലേക്ക് തിരിച്ചു പോകും. അപ്പോൾ അൽഗോരിതം എഴുതുമ്പോൾ അങ്ങനെ ഒരു ടെക്നിക്കും കൂടി നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ പഠിച്ച ഇഫും ദെന്നൊക്കെ മതി. നേരത്തെ കണ്ട ഫ്ലോ ചാർട്ട് ഇപ്പൊ പറഞ്ഞ ഇഫും ദെന്നും ഗോട്ടും ഒക്കെ വെച്ചിട്ട് എങ്ങനെ മാറ്റി എഴുതാം എന്നാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതും നമുക്കൊന്ന് ട്രേസ് ചെയ്ത് നോക്കാം. നേരത്തെ കിട്ടിയ 1 മുതൽ 5 വരെയുള്ള അതേ ഉത്തരം ഇത് വെച്ചിട്ട് കിട്ടുന്നോ നോക്കണ്ട, നല്ലേ അതിന് ഇക്വലന്റാന്ന് പറയാൻ പറ്റുള്ളൂ. നോക്കാം. സ്റ്റെപ്പ് 1 സ്റ്റാർട്ട്. അപ്പൊ മുമ്പത്തെ പോലെ തന്നെ സ്റ്റെപ്പ് 1 സ്റ്റാർട്ടാണ്. സ്റ്റെപ്പ് 2 i=1 എന്നാണ്. ഉടനെ ഹെഡിങ് എഴുതി അതിൽ 1 എന്നുള്ള വാല്യൂ വെച്ചു. ഇതാണ് നമ്മുടെ ഇനീഷ്യലൈസേഷൻ സ്റ്റെപ്പ്. ഇത് എത്ര തവണ വർക്ക് ചെയ്യും? ഒറ്റ തവണയെ വർക്ക് ചെയ്യുള്ളൂ. ഇനീഷ്യലൈസേഷൻ ഒരു തവണയെ വർക്ക് ചെയ്യൂ. തലയിൽ കയറ്റി വെച്ചോട്ടാ. ഇനീഷ്യലൈസേഷൻ ഉണ്ടാവും, ഇല്ലാന്നുണ്ടെങ്കിൽ ലൂപ്പ് വർക്ക് ചെയ്യില്ല. അതും തലയിൽ കയറ്റി വെച്ചോട്ടോ. അപ്പം അതിൽ 1 ആയി. അടുത്ത സ്റ്റെപ്പ് പ്രിന്റ് ആയി. ഉടനെ പ്രിന്റ് എന്ന് ഹെഡിങ് എഴുതി
1 പ്രിന്റ് ചെയ്ത് കാണിച്ചു. അടുത്ത സ്റ്റെപ്പ് അപ്ഡേഷൻ, അതിൽ 2i. ക്ലിയർ അല്ലേ? 2 ആയി കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഒരു ഇഫ് കണ്ടീഷൻ ഇട്ടേക്കണത്. അടുത്ത സ്റ്റെപ്പിൽ എന്തെന്ന് എഴുതിയിട്ടുണ്ട്? i ലെസ് ദാൻ ഓർ ഈക്വൽസ് 5 ആണോ എന്ന് നോക്കിയിട്ടുണ്ട്. അതിലിപ്പോൾ എത്ര? 2 ലെസ് ദാൻ ഓർ ഈക്വൽസ് 5 ആണോ? അതെ. അത് കാരണം എന്ത് സംഭവിക്കും? 2 ലെസ് ദാൻ ഓർ ഈക്വൽസ് 5 ആയ കാരണം ദെൻ എന്നുള്ളടത്ത് എന്തെന്ന് എഴുതിയിട്ടുണ്ട്? ഗോ ടു സ്റ്റെപ്പ് 3. ഗോ ടു സ്റ്റെപ്പ് 3 എന്നുള്ളത് വർക്ക് ചെയ്യും, നേരെ മുകളിലേക്ക് കയറി. അപ്പോൾ ഇവിടെ വെച്ച് ലൂപ്പ് ആദ്യമായിട്ട് റിപ്പീറ്റ് ചെയ്യാൻ പോവുകയാണ്. ക്ലിയർ അല്ലേ? സ്റ്റെപ്പ് 3 പിന്നെയും തിരിച്ചു തന്നു. അവിടെ എന്താ എഴുതിയേക്കണേ? പ്രിന്റ് ആയി. എന്ത് പ്രിന്റ് ചെയ്തു? 2. ക്ലിയർ അല്ലേ? 2 പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞാലോ i is equal to i plus 1. ഉടനെ ഐയിൽ ഉണ്ടായിരുന്ന 2 എന്തായി മാറും? 3 ആയി മാറും. i plus 1 എന്ന് പറയുമ്പോൾ 2 plus 1 3 ആവും. അത് ഐയിലേക്ക് തന്നെ വെച്ചു. അപ്പം ഐയിൽ 3 ആയി. അടുത്ത സ്റ്റെപ്പ് പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും. അതല്ല അടുത്ത സ്റ്റെപ്പിൽ കണ്ടീഷൻ എന്ത് നോക്കും? ഇഫ് i ലെസ് ദാൻ ഓർ ഈക്വൽസ് 5 എന്ന് വെച്ചാൽ 3 ലെസ് ദാൻ ഓർ ഈക്വൽസ് 5 ആണെന്ന് നോക്കും. അതെ. അപ്പോൾ ഗോ ടു സ്റ്റെപ്പ് 3. ഉടനെ മുകളിൽ പോവും. സ്റ്റെപ്പ് 3 എന്തുണ്ട്? പ്രിന്റ് ആയി. എന്ത് പ്രിന്റ് ചെയ്യും? 3. ക്ലിയർ അല്ലേ? പ്രിന്റ് ചെയ്ത് കഴിഞ്ഞ വഴിക്ക് ഐ ഒന്ന് കൂടും, 4 ആവും. പിന്നെയും ഇഫ് കണ്ടീഷൻ ചെക്കിംഗ് ആണ്. 4 ലെസ് ദാൻ ഓർ ഈക്വൽസ് 5 ആണോ നോക്കും. ആണോ? 4 ലെസ് ദാൻ ഓർ ഈക്വൽസ് 5 ആണ്. ഉടനെ ഗോ ടു സ്റ്റെപ്പ് 3. പിന്നെയും തിരിച്ചു പോകും. ക്ലിയർ അല്ലേ? മനസ്സിലായില്ലേ? ബോഡി ഓഫ് ദി ലൂപ്പിൽ തിരിച്ചെത്തി. എന്ത് പ്രിന്റ് ചെയ്യും? 4 പ്രിന്റ് ചെയ്യും. i is equal to i plus 1 5 ആയി മാറും. മനസ്സിലായോ? പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും. 5 ലെസ് ദാൻ ഓർ ഈക്വൽസ് 5 ആണോ നോക്കും. 5 ലെസ് ദാൻ ഓർ ഈക്വൽസ് 5 ആണോ? അതെ. അതുകൊണ്ട് ഗോ ടു തിരിച്ചു മുകളിൽ കയറി പോകും. എന്നിട്ടോ പ്രിന്റ് ചെയ്യും. എന്ത് പ്രിന്റ് ചെയ്യും? 5 പ്രിന്റ് ചെയ്യും. അത് കഴിയുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടോ. അത് കഴിയുമ്പോൾ i ഈക്വൽസ് i പ്ലസ് 1. ഇപ്പോഴത്തെ അതിൽ എത്രയാ? 5. i പ്ലസ് 1 ആകുമ്പോൾ ഇപ്പൊ അതിൽ എത്രയാവും? 6. അതിലിപ്പോൾ എത്രയായി? 6. ക്ലിയർ അല്ലേ? എന്നിട്ടോ അടുത്ത സ്റ്റെപ്പിൽ 6 ലെസ് ദാൻ ഓർ ഈക്വൽസ് 5 ആണോ നോക്കും. ആണോ? അല്ല, നോ എന്ന് കിട്ടും. ക്ലിയർ അല്ലേ? അപ്പോൾ ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങും. സ്റ്റോപ്പിലേക്ക്, എൽസ് ഭാഗം. മനസ്സിലായോ? ഇഫിന്റെ കണ്ടീഷൻ ട്രൂ അല്ല, അപ്പൊ എൽസ് ഭാഗം സ്റ്റോപ്പ് എന്ന് കാണും, സ്റ്റോപ്പിലേക്ക് പോകും. എൻഡ് ഓഫ് ഇഫ് പ്രോഗ്രാം കഴിഞ്ഞു. സാധാരണ നമ്മൾ എഴുതുന്ന പ്രോഗ്രാമുകളിൽ സ്റ്റോപ്പ് അടിയിലാണ് വരാറ്. ഇവിടെ എൽസിന്റെ സെക്ഷനിൽ നിന്നു. പക്ഷെ കറക്റ്റായി വർക്ക് ചെയ്തു. കാര്യം മനസ്സിലായോ? അപ്പോൾ ഇതാണ് ലൂപ്പിന്റെ അൽഗോരിതം. പക്ഷേ ഇതിങ്ങനെ എഴുതുമ്പോൾ ലൂപ്പ് എന്നുള്ളൊരു ഫീലൊന്നുമില്ല. ഇഫും തന്നെ ഇട്ടിട്ട് മുകളിൽ പോയി താഴേക്ക് വന്നു എന്നുള്ള ഫീലേ ഉള്ളൂ. ഇവിടെയും ഇനീഷ്യലൈസേഷൻ ഉണ്ട്, ബോഡി ഓഫ് ദ ലൂപ്പ് ഉണ്ട്, കണ്ടീഷൻ ചെക്കിംഗ് ഉണ്ട്, അപ്ഡേഷൻ ഉണ്ട് ബോഡി ഓഫ് ദ ലൂപ്പിൽ. കാരണം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഭാഗത്ത് ബോഡി ഓഫ് ദ ലൂപ്പിൽ അപ്ഡേഷൻ വെച്ചില്ലെങ്കിൽ ഈ കണ്ടീഷൻ ഒരിക്കലും മാറിപ്പോവില്ല. കാരണം ഈ മാറിക്കൊണ്ടിരുന്നാലേ കണ്ടീഷൻ ഏതെങ്കിലും ഒരു കാലം എത്തുമ്പോൾ തെറ്റുള്ളൂ. ക്ലിയർ ആണോ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഫും തന്നെ വെച്ചെഴുതുന്നതിന് പകരം ലൂപ്പിന് അൽഗോരിതത്തിൽ പുതിയ സ്റ്റൈലിൽ തന്നെ എഴുതാം. ജനറലൈസ് ചെയ്ത് ലൂപ്പ് ഉണ്ടാക്കാം. ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്ന കാരണമാണ് ഇതിന് ലൂപ്പ് എന്ന് വിളിക്കണേ. അപ്പോൾ ലൂപ്പ് എങ്ങനെ ജനറലൈസ് ചെയ്ത് ഉണ്ടാക്കാം എന്നുള്ളതാണ് അടുത്ത അൽഗോരിതത്തിൽ കാണുന്നത്. നോക്കാം. അപ്പോൾ ഇപ്പൊ കണ്ട അൽഗോരിതത്തിനെ നമ്മൾ ലൂപ്പിന്റെ സ്റ്റൈലിലേക്ക് മാറ്റുമ്പോൾ ഈ കാണുന്ന പോലെ ഒന്ന് വായിച്ചു നോക്കോ. ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. എന്താ? ഇഫ് എന്നൊക്കെ എഴുതിയതിന് പകരം അവിടെ റിപ്പീറ്റ് എന്നുള്ള രീതിയിൽ ഒരു പുതിയ സ്റ്റേറ്റ്മെന്റ് കൊണ്ടുവന്നു. അവിടെ എന്താ എഴുതിയിട്ടുണ്ട്? റിപ്പീറ്റ് സ്റ്റെപ്സ് 3 and 4 അല്ലെങ്കിൽ 3 to 4. അത് നമ്മുടെ ഇഷ്ടത്തിന് എഴുതാം. 2 സ്റ്റെപ്പ് ആയ കാരണം 3 and 4 എന്ന് എഴുതി. കുറെ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണമെങ്കിൽ 3 to 4 എന്നുള്ളതിന് പകരം 3 to 6 എത്ര വരെ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യേണ്ടോ അത് എഴുതി വയ്ക്കാം. ഇതാണ് അതിന്റെ സ്റ്റൈല്. റിപ്പീറ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്യും. വൈൽ എന്ന് പറഞ്ഞാൽ ഈ കൊടുത്തേക്കുന്ന കണ്ടീഷൻ ശരിയായിരിക്കുന്നിടത്തോളം കാലം റിപ്പീറ്റ് ചെയ്യും. മനസ്സിലായോ? ഈ കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ ശരിയായിരിക്കുന്നിടത്തോളം കാലം റിപ്പീറ്റ് ചെയ്യും.
അതാണ് റിപ്പീറ്റ് സ്റ്റെപ്സ് എന്ന് എഴുതി വൈൽ എന്ന് എഴുതിയുള്ള മീനിങ്. തലയിൽ കയറ്റിക്കോട്ടോ. കാരണം അടുത്ത ചാപ്റ്ററുകളിൽ ഈ സംഭവമാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യില്ല കേട്ടോ. C++ പഠിക്കാന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇതേവരെ നമ്മൾ പഠിച്ച എല്ലാ അൽഗോരിതങ്ങളെയും കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരു ഭാഷയിലേക്ക് മാറ്റി എഴുതി. ഇനി തലയിലേക്ക് ഐഡിയ ഒന്നും വരാനില്ല. ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ റൂളുകൾ ജസ്റ്റ് ഒന്ന് പഠിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ലൂപ്പ് കൺസ്ട്രക്ട് ചെയ്യുന്ന ഈ മെത്തേഡ് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. റിപ്പീറ്റ്, ഏതൊക്കെ സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, വൈൽ എന്ന് എഴുതി കണ്ടീഷൻ എഴുതി. ഈ കണ്ടീഷൻ ശരിയായിരിക്കുന്നിടത്തോളം കാലം ഈ സ്റ്റെപ്പുകൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് അതിന്റെ മീനിങ്. മനസ്സിലായല്ലോ അല്ലേ? ഇല്ലേ? ശരി, ഇതും കൂടി ഒന്ന് ട്രേസ് ചെയ്ത് നോക്കാം. അപ്പം പിന്നെ ക്ലിയർ ആവുമല്ലോ. തുടങ്ങാം. സ്റ്റെപ്പ് സ്റ്റാർട്ട് തുടങ്ങി. സ്റ്റാർട്ട് കഴിഞ്ഞാൽ I1. അപ്പോൾ I1 വെച്ചു. അപ്പോൾ ഇനീഷ്യൽ വാല്യൂ സപ്ലൈ ചെയ്ത് കഴിഞ്ഞു കേട്ടോ അതിൽ. അല്ലെങ്കിൽ ലൂപ്പ് വർക്ക് ചെയ്യില്ല. മനസ്സിലാക്കുക. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? പ്രിന്റ് സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ 1 പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ടോ ഇപ്പൊ ഇത് ബോഡി ഓഫ് ദ ലൂപ്പ് ആണെന്ന് നമുക്കറിയില്ല, കാരണം ലൂപ്പ് ഇതവരെ കണ്ടിട്ടില്ലല്ലോ. അത് കഴിഞ്ഞു ഐയുടെ വില ഒന്ന് കൂട്ടി, അതിൽ 2 ആയി. അപ്പൊ I = I+1 എഴുതുമ്പോൾ അതിലുണ്ടായിരുന്ന 1 മാറി, അതിൽ അത്രയും മാറും 2. ഇതൊക്കെ വളരെ 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 പ്രധാനപ്പെട്ട കേട്ടാ. 2 ആയി, കണ്ടില്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? പിന്നെയാണ് നമ്മുടെ വൈൽ കണ്ടീഷൻ. വൈലിൽ എന്തെന്ന കണ്ടീഷൻ പറഞ്ഞേക്കണേ? I <= 5 എന്നാണ്. അത് ആദ്യം ചെക്ക് ചെയ്യണം. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇനി റിപ്പീറ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് ഇരിക്കണേ. ക്ലിയർ അല്ലേ? അതിലിപ്പോൾ എത്രയാ? 2. 2 <= 5 ആണ് നോക്കും. അതെ, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാൻ പോകും. ഏതൊക്കെ സ്റ്റെപ്പ്? 3ഉം 4ഉം. ക്ലിയർ അല്ലേ? ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യാൻ പോകുന്നേക്കാളും മുമ്പ് ഒരു തവണ ബോഡി ഓഫ് ദ ലൂപ്പ് വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യാൻ മുകളിലേക്ക് ഇപ്പൊ പോയിട്ടേ ഉള്ളൂ. റിപ്പീറ്റ് 3 and 4 എന്ന് പറഞ്ഞ് ഇപ്പൊ പോയിട്ടേ ഉള്ളൂ. പക്ഷെ അതിന് മുമ്പ് തന്നെ ബോഡി ഓഫ് ദ ലൂപ്പ് ഒരു തവണ വർക്ക് ചെയ്ത് കഴിഞ്ഞു. കാരണം റിപ്പീറ്റ് എന്ന് പറഞ്ഞ് മുകളിൽ പോയപ്പോൾ മനസ്സിലായി 3ഉം 4ഉം ആണ് ബോഡി ഓഫ് ദ ലൂപ്പിൽ ഉണ്ടായിരുന്നത്. അത് ഒരു തവണ ഓൾറെഡി വർക്ക് ചെയ്ത് കഴിഞ്ഞു. കണ്ടീഷൻ നോക്കുന്നേക്കാളും മുമ്പ് തന്നെ ലൂപ്പ് ഒരു തവണ വർക്ക് ചെയ്ത് കഴിഞ്ഞു. മനസ്സിലായോ? ബോഡി ഓഫ് ദ ലൂപ്പ് ഒരു തവണ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആണ് കണ്ടീഷൻ ചെക്ക് ചെയ്യണത്. ഈ തരം ലൂപ്പുകളെ എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് വിളിക്കും. കാരണം ലൂപ്പ് വർക്ക് ചെയ്തിട്ട് എക്സിറ്റിന്റെ അവിടെയാണ് കണ്ടീഷൻ. മനസ്സിലായോ? ലൂപ്പിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരത്താണ് കണ്ടീഷൻ. എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. ഇത്തരം ലൂപ്പുകളിൽ ബോഡി ഓഫ് ദ ലൂപ്പ് ഒരു തവണയെങ്കിലും വർക്ക് ചെയ്യും, എന്നിട്ടേ കണ്ടീഷൻ ചെക്ക് ചെയ്യുള്ളൂ. ക്ലിയർ ആണോ? മനസ്സിലായോ? കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നതിനേക്കാളും മുമ്പ് ബോഡി ഓഫ് ദ ലൂപ്പ് വർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനീഷ്യലൈസേഷൻ സാധാരണ പോലെ കഴിഞ്ഞു. ബോഡി ഓഫ് ദ ലൂപ്പിൽ അപ്ഡേഷൻ അടക്കം വർക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ കണ്ടീഷനിലേക്ക് വന്നത്. ക്ലിയർ അല്ലേ? ഇതാണ് എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ്. ഇനി നോക്കാം, ബാക്കി നോക്കാം. അപ്പൊ ഈ വാക്കൊക്കെ ഓർത്ത് വെച്ചോ. അടുത്ത ദിവസം പുതിയൊരു ലൂപ്പും കൂടി കാണും, എന്നിട്ട് കമ്പയർ ചെയ്യാൻ വരും കേട്ടോ. ശരി, അപ്പൊ ഇവിടെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. തിരിച്ച് മുകളിൽ ചെന്നു, പ്രിന്റ് ആയി. എന്ത് പ്രിന്റ് ചെയ്തു? 2 പ്രിന്റ് ചെയ്തു. എന്നിട്ടോ 2 മാറി 3 ആവും അതില്, കാരണം I = I+1 എന്ന് എഴുതിയിട്ടുണ്ട്. 3 ആയി. റിപ്പീറ്റ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞിട്ട് പിന്നെയും കണ്ടീഷൻ നോക്കും. ഏത്? I <= 5. 3 <= 5 ആണ് നോക്കും. അതെ, അതുകൊണ്ട് തിരിച്ച് പിന്നെയും റിപ്പീറ്റ് ചെയ്യാൻ പോകും. 3ഉം 4ഉം സ്റ്റെപ്പ് മുകളിൽ ചെല്ലും. എന്നിട്ട് എന്ത് പ്രിന്റ് ചെയ്യും? പ്രിന്റ് I. അപ്പം 3 പ്രിന്റ് ചെയ്യും. അത് കഴിഞ്ഞാലോ I = I+1, അതിൽ 4 ആവും. പിന്നെയും കണ്ടീഷൻ ചെക്ക് ചെയ്യും. റിപ്പീറ്റ് സ്റ്റെപ്സ് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. അത് കാരണം കണ്ടീഷൻ ചെക്ക് ചെയ്യും. എന്താ കണ്ടീഷൻ? I <= 5. അപ്പൊ 4 <= 5 ആണോ നോക്കും. അതേലോ, അത് കാരണം എന്ത് സംഭവിക്കും? തിരിച്ച് മുകളിൽ ചെല്ലും. മുകളിൽ ചെന്നിട്ടോ പ്രിന്റ്, എന്ത് പ്രിന്റ് ചെയ്യും? 4 പ്രിന്റ് ചെയ്യും. എന്നിട്ടോ I ഒന്ന് കൂട്ടും. എത്രയോ? 5. പിന്നെയും കണ്ടീഷൻ ചെക്കിങ്. ഇതാണ് ലൂപ്പ്. ബോഡി ഓഫ് ദ ലൂപ്പ് വർക്ക് ചെയ്യുന്നു, കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നു. കണ്ടീഷനിൽ എന്താ? 5 <= 5 ആണോ നോക്കും. അതേലോ, അത് കാരണം തിരിച്ച് മുകളിൽ പോകും. മുകളിൽ പോയി കഴിഞ്ഞാൽ മുകളിൽ നിന്ന് 5 പ്രിന്റ് ചെയ്യും. പ്രിന്റ് 5, പ്രിന്റ് I. അതിൽ 5 ആണല്ലോ. I = I+1, അതിൽ 6 ആവും. അടുത്ത സ്റ്റെപ്പിൽ അതാണ്. അത് കഴിഞ്ഞാലോ 6 <= 5 ആണോ നോക്കും. 6 <= 5 ആണോ നോക്കും. ആണോ? അല്ല.
അപ്പം ഇനി ലൂപ്പ് റിപ്പീറ്റ് ചെയ്യാൻ പോവും? ഇല്ല, ലൂപ്പിൽ നിന്ന് എക്സിറ്റ് ആയി. മനസ്സിലായോ? ഇതാണ് ലൂപ്പ്. അപ്പം ഇവിടെ നിർബന്ധമായും ഓർത്തിരിക്കേണ്ട ഭാഗങ്ങൾ ലൂപ്പിൻ്റെ 4 ഭാഗങ്ങളാണ്. ഇനീഷ്യലൈസേഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ്, കണ്ടീഷൻ. അതിൽ ബോഡി ഓഫ് ദ ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ അപ്ഡേഷൻ. മനസ്സിലായോ? ഇന്ന് നമ്മൾ പരിചയപ്പെട്ട ലൂപ്പിൽ കണ്ടീഷൻ ഇരിക്കുന്നത് ബോഡി ഓഫ് ദ ലൂപ്പിൻ്റെ താഴെയാണ്. അത് കാരണം നമ്മൾ ഇതിനെ എന്തെന്ന് വിളിച്ചു? എക്സിറ്റ് കൺട്രോൾഡ് ലൂപ്പ് എന്ന് വിളിച്ചു. ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ഹോംവർക്ക് ഉണ്ട്. ഇത്രയേ ഉള്ളൂ. നമ്മൾ ഇന്നിപ്പോൾ ഈ വരച്ച ലൂപ്പിനെ ബേസ് ചെയ്തിട്ട് ഈ ഫ്ലോ ചാർട്ടിനെ, ഈ അൽഗോരിതത്തിനെ, ഇത് രണ്ടിനെയും 100 വരെ പ്രിന്റ് ചെയ്യാനുള്ള രീതിയിലേക്ക് മാറ്റി എഴുതണം. 100 വരെ പ്രിന്റ് ചെയ്യാനുള്ള രീതിയിലേക്ക് മാറ്റി എഴുതണം. അത്രയേ ഉള്ളൂ ഹോംവർക്ക്. എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ്. അത് വെച്ചിട്ട് 1 മുതൽ 100 വരെ പ്രിന്റ് ചെയ്യാനുള്ള രീതിയിലേക്ക് മാറ്റി എഴുതണം. അടുത്ത ഹോംവർക്ക്, പ്രിന്റ് ചെയ്യേണ്ടത് ഇതൊക്കെയാണ്: 0, 10, 20, 30, അങ്ങനെ 100. 0, 10, 20, 30 അങ്ങനെ 100. ക്ലിയർ അല്ലേ? ഒരു ഹോംവർക്കും കൂടി ഉണ്ട്, 3 ഹോംവർക്ക്. അടുത്തത് പ്രിന്റ് ചെയ്യേണ്ടത് ഇതാണ്: 10, 15, 20, 25, അങ്ങനെ 100 വരെ. 3 ഹോംവർക്ക്. ഇത് ട്രേസ് ചെയ്ത് നോക്കൽ നിങ്ങളുടെ പണിയാണ്. ഇതിൻ്റെ അൽഗോരിതം ഫ്ലോ ചാർട്ടും എഴുതണം. ക്ലിയർ അല്ലേ? ലൂപ്പ് മനസ്സിലായെന്ന് കറക്റ്റ് അറിയാം. ഓരോ ലൂപ്പിലെയും ഇനീഷ്യലൈസേഷൻ ഏത്, ബോഡി ഓഫ് ദ ലൂപ്പ് ഏത്, അപ്ഡേഷൻ ഏതെന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതി വയ്ക്കും വേണം. അതും ഹോംവർക്കിൻ്റെ ഭാഗമാണ്. അപ്പോൾ അടുത്ത തരം ലൂപ്പായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.